ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ ചില മണ്ഡലങ്ങളിൽ മഹാസഖ്യം നേർക്കുനേർ. സീറ്റ് ധാരണ പ്രഖ്യാപിക്കാനാവാത്തതാണ് ഇന്ത്യ സഖ്യം നേരിടുന്ന പ്രതിസന്ധി. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി പൂർത്തിയാകുന്നതിന് മുൻപ് ധാരണയിലെത്താനാണ് ഇന്ത്യ സഖ്യത്തിന്റെ ശ്രമം. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ടവകാശ യാത്രയിൽ കാണിച്ച ഒത്തൊരുമ ഇപ്പോൾ ഈ സീറ്റിന്റെ കാര്യത്തിൽ വന്ന സമയത്ത് ഉണ്ടാകുന്നില്ല. അതുമാത്രമല്ല, മഹാസഖ്യം നേർക്കുനേർ വരുന്ന സാഹചര്യം പോലും ഉടലെടുത്തിരിക്കുന്നു. പ്രതിസന്ധി അത് അവസാനിക്കുന്നില്ല എന്ന് വ്യക്തമല്ലേ? ഭവ്യ, മഹാസഖ്യത്തിൽ മഹാപ്രതിസന്ധിയുണ്ട്. കാരണം ഇന്നലെ ആദ്യഘട്ട പത്രികാ സമർപ്പണം അവസാനിച്ചു. 121 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പക്ഷേ മഹാസഖ്യത്തിന് അതിനു മുൻപ് സീറ്റ് ധാരണ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രവുമല്ല, നിലവിൽ ലഭിക്കുന്ന നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മണ്ഡലങ്ങളിലെങ്കിലും മഹാസഖ്യത്തിലെ പാർട്ടികൾ തന്നെ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രത്യേകിച്ച് വൈശാലി മണ്ഡലത്തിൽ അവിടെ കോൺഗ്രസും RJDയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സാഹചര്യം നിലവിലുണ്ട്. രണ്ട് പാർട്ടികളും ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ തന്നെ പത്രിക നൽകിയിരിക്കുകയാണ്. വൈശാലി ജില്ലയിലെ തന്നെ ലാൽഗഞ്ച് മണ്ഡലത്തിലും സമാനമായ സാഹചര്യമുണ്ട്. അവിടെ കോൺഗ്രസിനും സ്ഥാനാർത്ഥിയുണ്ട്, RJDക്കും സ്ഥാനാർത്ഥിയുണ്ട്. ബച്ച്വാര മണ്ഡലത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് പിന്തുണയോടുകൂടി കോൺഗ്രസ് അവിടെയുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി നിലയിൽ സ്വതന്ത്രനും അവിടെ പത്രിക നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, മുകേഷ് സൈനിയുടെ പാർട്ടിയാണ്. അവർക്ക് 15 സീറ്റാണ് ധാരണയായിട്ടുള്ളത്. അതേ തുടർന്നാണ് മുകേഷ് സൈനി ഏതായാലും ഇന്ത്യ സഖ്യത്തിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. അവിടെയും പക്ഷേ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി വരികയാണ്. അവിടെ RJDയാണ് VIP-ക്കെതിരെ സ്ഥാനാർത്ഥി പത്രിക നൽകിയിട്ടുള്ളത്. ഇതുകൂടാതെ CPIയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ വരുന്ന മണ്ഡലങ്ങൾ വരുന്നു. CPMലും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ പോരാട്ടം വരുന്നു. ഇതാണ് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി. ഏതായാലും ഇന്ന് സൂക്ഷ്മ പരിശോധന നടക്കുകയാണ്. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധിക്ക് മുൻപെങ്കിലും ഒരു ധാരണയാക്കാനുള്ള ശ്രമമായിരിക്കും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് നടക്കുക. അപ്പോൾ പോലും ഏതൊക്കെ പാർട്ടികൾ എത്ര സീറ്റിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനത്തിലേക്ക് ഇന്ത്യ സഖ്യം ഇതുവരെ വന്നിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസുമായി തർക്കം തുടരുന്നതാണ്. കാരണം കഴിഞ്ഞ വർഷം കോൺഗ്രസ് 70 സീറ്റിൽ മത്സരിച്ചു. ഇത്തവണ അവർ കൂടുതൽ 70 ഇല്ലെങ്കിൽ പോലും 65എങ്കിലും വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. RJD ആകട്ടെ 58 സീറ്റ് കോൺഗ്രസ് നൽകാൻ കഴിയുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് നിലവിലെ പ്രതിസന്ധി. ഒപ്പം തന്നെ വിജയ സാധ്യത, എണ്ണത്തിനേക്കാൾ ഉപരിയായി വിജയ സാധ്യതയുള്ള സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ കോൺഗ്രസ് നിലപാട് കടുപ്പിക്കുന്നു. ഇതുകൊണ്ട് തന്നെയാണ് പ്രഖ്യാപനത്തിലേക്ക് പോകാൻ കഴിയാത്തത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ഒക്കെ തേജസ്വി യാദവുമായും ലാലു പ്രസാദുമായും ഒക്കെ ചർച്ച നടത്തിയിരുന്നു. എന്നിട്ട് പോലും ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പല സംസ്ഥാനങ്ങളിലും. പക്ഷേ പത്രികാ സമർപ്പണത്തിനുള്ള അവസാന തീയതിയെങ്കിലും പ്രഖ്യാപനത്തിലേക്ക് പോകാറുണ്ട്. പക്ഷേ ബീഹാറിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് പോകാൻ ഇന്ത്യ സഖ്യത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഭവ്യ, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.